ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഏഴാറ്റുമുഖത്തേക്കാണ്. ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഫാമിലി ആയിട്ടാണ്. 2-3 വർഷത്തിന് മുമ്പ് വന്നതാണ്. വീണ്ടും ഒരു അതിരപ്പള്ളി പോയ വഴി കയറിയതാണ്. പിള്ളേരായിട്ട് ഫാമിലിയായിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് വന്നതാണ്. അപ്പം മെയിൻ ഉദ്ദേശം ഇവിടെ വന്നിട്ട് പിള്ളേരായിട്ട് ഒന്ന് കുളിക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പാണിയിൽ പോയി കുളിച്ച്, അതേപോലെ ഇവിടെ വന്ന് കുളിക്കാൻ വേണ്ടിയാണ്. ഇവിടുത്തെ വാട്ടർ ഫ്ലോ നോക്കി അടിപൊളിയാണ്. വേറെ പൊളിച്ച്. അപ്പൊ ഭയങ്കര ശക്തിയിലാണ് വെള്ളം ഇങ്ങനെ പ്രഷർ ചെയ്യണത്. അപ്പൊ നമുക്ക് താഴോട്ട് പോവാം. പറസി എങ്ങനെയുണ്ട്? അടിപൊളിയാ. ഇനിയിപ്പോഴേ കുളിക്കാൻ നമ്മൾ കുളിക്കാൻ പോയാണ് ഇൻഷാല്ലാ. പതുക്കെ ഇറങ്ങ്. അപ്പോൾ വാട്ടർ ബോട്ടിലിൻ്റെ ഇതൊക്കെ ഇതിനുണ്ട്. ലംഘിച്ചാൽ 5000 രൂപ പിഴയെന്നൊക്കെ ഉണ്ട്. ഇടാൻ പാടില്ല. വാട്ടർഫോൾ പ്ലാസ്റ്റിക് ഒന്നും ഇടാൻ പാടില്ല. ദിവസം ആയതുകൊണ്ട് ആൾക്കാരൊന്നും ഇല്ല, കുറവാണ്. ഇവിടെ കുറച്ച് പേര് ഇരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. വേറൊന്നും ഇല്ല. പ്ലാസ്റ്റിക് ഇടാൻ പാടില്ല, അത് വേറെ ആരോ കൊണ്ട് ഇട്ടതാണ്. അങ്ങോട്ടൊരു ഇതുണ്ട്, ആൾക്കാർ കുറവാണ്. പരസ്യം നോക്കി പോണേ. വെള്ളം കുറവാണല്ലോ, വളരെ കുറവാണ്. പരസ്യേ ബ്യൂട്ടി ഫുള്ളാണോ? ഫുള്ളാണ് ഹാഫാണോ? ഇതാണ് തൂക്കുപാലം. അപ്പൊ നമ്മളെ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ വന്നിരിക്കുകയാണ്. ഉള്ള വെള്ളത്തിൽ കുളിക്കാൻ പോയി. 3 പേരുണ്ട് അല്ലേ? അടിച്ചു പൊളിക്കണേ, അടിച്ചു പൊളിക്കണേ. ഓർമ്മകൾ, മെമ്മറീസ്. അപ്പോൾ ജനുവരി 8-ാം തീയതി ഞങ്ങൾ ഏഴാറ്റുമുഖത്ത് വന്ന് വെള്ളം കുറവുള്ള സ്ഥലത്ത് നിന്ന് കുളിക്കുന്നു. 5 മണി വരെ കുളിക്കാൻ കയറ്റുള്ളൂ. 5 മണി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനായിട്ട് ആൾക്കാരെ അലോവ്ഡ് അല്ല. കഴിഞ്ഞാൽ ആന ഇറങ്ങണോ എന്നൊക്കെ പറയാം. 6 മണി വരെ മൊത്തത്തിൽ വിടാം. 6 മണി കഴിഞ്ഞാൽ കയറ്റും. പിന്നെ ഇതാകില്ല. അപ്പൊ ഇത് ആദ്യം കുളിച്ചിട്ട് അങ്ങോട്ട് പോകാനാന്ന് വിചാരിച്ചു. തൂക്കുപാലത്തില് വൈകിട്ടാണ് വൈബ്. ആദ്യം നമുക്ക് കുളിച്ചിട്ട് പോവാം. സൂര്യത്തിരിക്കുന്നു. സൂര്യൻ നമ്മൾ മൈൻഡ് ചെയ്തില്ല. ചമ്മിപ്പോയി. അപ്പൊ കുളിയൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പോണ ഞങ്ങളാണ്. ബാക്കി എല്ലാവരും പോയി. ഇപ്പൊ അവര് വന്ന് പറഞ്ഞ് 6 മണിയാകുമ്പോൾ ആന വരുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഈ തൂക്കുപാലം കൂടി കയറിയിട്ട് ഞങ്ങൾ പോവുള്ളൂ. ഓക്കെ. ആ ടണ്ണിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇങ്ങനെ അങ്ങോട്ട് പോകും. അർസി, ഇതാണ് നമ്മൾ തൂക്കുപാലം. അവിടേക്ക് എങ്ങനെ പതുക്കെ പോ. നീ അങ്ങോട്ട് പോകുകയും തൂക്കുപാലം. തുമ്പൂർ മൊഴി ടിക്കറ്റിൽ ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമത്തിൽ പ്രവേശനമല്ല. പരസ്യ എവിടേക്ക് നീ? അപ്പോൾ നമ്മുടെ ഏഴാറ്റുമുഖം തുമ്പൂർ മൊഴിയിലേക്ക് പ്രവേശനം ഇല്ലെന്നാണ്. ഏഴാറ്റുമുഖം തൂക്കുപാലം കളറൊക്കെ മാറ്റിയിട്ടുണ്ട് അല്ലേ? തൂക്കിൻ്റെ ആ കമ്പിയുടെ കളറൊക്കെ മാറ്റിയിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച്, അത്രയും വെള്ളം കെട്ടിങ്ങനെ വെച്ചിട്ട് ആ വെള്ളം ഇങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. വളരെ ചെറിയ തോതിൽ മാത്രമാണ് അവിടെ നിന്ന് വെള്ളം ഇങ്ങോട്ട് കയറ്റി വിടണം കേട്ടോ. കേട്ടോ, ആ ചെറിയ ഇതിൽ നല്ല പ്രഷറിൽ പിടിയണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെ ആനകൾക്ക് പോലും കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇറങ്ങാൻ പറ്റില്ല, അത്ര വെള്ളമാണ്.
നല്ല പ്രശ്നമില്ല, അത്യാവശ്യം വെള്ളമുണ്ട്. അപ്പോൾ അവർ മാനേജ് ചെയ്ത് വിടണതാണ്. ആ കമ്പിയുടെ അത് ഇതിൻ്റെയൊക്കെ നോക്കി, ആ കല്ലുകെട്ടിൻ്റെയൊക്കെ ഇടയിൽ കൂടിയൊക്കെ വെള്ളം ചാടണുണ്ട് കേട്ടോ. അടിപൊളി വ്യൂ ആണ്. ഷേക്കാകാത്തൊരു തൂക്കുപാലം ഉണ്ടായിരുന്നു. വലിയ ഷേക്കിംഗ് ഇല്ല, നടക്കുന്നതാണ്. നല്ല സ്ട്രോങ് ആണ് സംഭവം. അന്ന് വന്നപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു. നല്ല ഈവനിങ് വൈബ്, സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് വരുന്ന വൈബാണ്. അപ്പോൾ ആനേനെ കണ്ടില്ലെന്ന് പറയരുത്. ആനേനെ ഈ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയല്ല, പക്ഷെ അങ്ങേ അറ്റത്തൊരു 3-4 ആനകൾ ഒരുമിച്ച് കുളിക്കുന്നുണ്ട്. എൻ്റെ മക്കളാണ് കണ്ടത്, ഞാൻ പോലും കണ്ടില്ല. ഒരു കൂട്ടം ആന ഉണ്ട്, ഒരു 4-5 ആനയുണ്ട്. പക്ഷെ അത് ഇങ്ങോട്ട് വരാൻ വല്ല നേരമൊന്നുമില്ല, സമയമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കയറി നന്നായി. ഒരു പ്രത്യേക വൈബാണ്. ഇവിടെ ആ പാറയുടെയൊക്കെ ഇടയിൽ നിന്ന് വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്, നല്ല രസമാണ്. പിന്നെ ഇവിടുത്തെ ഒരു വ്യൂ ആണ് അടിപൊളി. ആ സൂര്യൻ അസ്തമിച്ച് വരുന്നൊരു വ്യൂ അടിപൊളിയാണ്. ഇതാ ഇത് ഇവിടെ നിന്ന് വരുന്ന വെള്ളം ഡാമിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് വിടുകയാണ് കേട്ടോ. ശരിക്കും നമ്മുടെ ഡാമാണ്, ഊത്തങ്ങാണ്ട ഡാമിലേക്കാണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ കൈവരി വരുന്നത് എങ്ങനെയാണെന്ന് സംഭവം അറിയില്ല. ഹായ് ഹലോ. അപ്പോൾ നമ്മൾ ഏഴാറ്റുമുഖം തൂക്കുപാലത്തിൽ കൂടി കയറി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടൊന്നും കാണാൻ പറ്റില്ലെന്ന് വേണ്ട, ഒരു 5 ആനേനെ ഞങ്ങൾ കണ്ടു. ഭയങ്കര വലിപ്പമുള്ള ആന തന്നെയാണ് അല്ലേ? അടിപൊളി ആനയല്ലേ? ആരാ കണ്ടത് ആദ്യം? ഫർഹായ ഫയറുമാണ് കണ്ടത്. അത് കഴിയുമ്പോൾ വേറൊരു ഫാമിലി ഉണ്ട്, അവരും കണ്ടു. ഞങ്ങളാണ് ലാസ്റ്റ് അല്ലേ? ഫർസിക്ക് മറ്റേ അപ്പുറത്തെ പാർട്ടി കയറാത്തതിൻ്റെ സങ്കടമുണ്ട് അല്ലേ? അടുത്ത പ്രാവശ്യം വരുമ്പോ കയറാല്ല ഇൻഷാല്ലാ അല്ലേ? ആ തൊപ്പി കാരണം കാണാൻ പറ്റില്ല. അപ്പൊ ഏഴാറ്റുമുഖം തൂക്കുപാലം, അപ്പുറത്ത് തുമ്പൂർ മൊഴി, അത് തൃശ്ശൂർ ജില്ലയാണ്. അപ്പൊ അവിടെ നിന്ന് ക്ലോസ്ഡ് ആണ്. നമ്മൾ എത്തിയപ്പോഴത്തേക്ക് 4:30 കഴിഞ്ഞപ്പോഴത്തേക്ക് ക്ലോസ് ആയി. 5 മണിയായപ്പോൾ ക്ലോസ് ആയി. പിന്നെ ഇൻഷാല്ലാ എപ്പോഴെങ്കിലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ അപ്പുറത്തും കൂടി കയറാം. അവിടെ കുറെ നടന്ന് സഞ്ചരിക്കാനുള്ള കുറേ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പാർക്കല്ലാതെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പെയിൻ്റൊക്കെ ഇടക്കിടക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. നല്ല ഇപ്പോൾ കളർഫുൾ, നല്ല ബ്യൂട്ടിഫുള്ളാക്കി. 2 വർഷം മുന്നേ ഞങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ വന്നതാണ് ഇവിടെ. ഓക്കെ, വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം, വീണ്ടും കാണാം. ബൈ ബൈ.